ഒരു രാജ്യത്തിൻ്റെ കരസേനാ വിഭാഗത്തെയാണ് പട്ടാളം എന്ന് വിളിക്കുന്നത്. വിശാലമായ അർത്ഥത്തിൽ കരസേന, നാവികസേന, വ്യോമസേന എന്നീ വിഭാഗങ്ങൾക്ക് പൊതുവായി പട്ടാളം എന്ന് വിളിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തരായ സൈനിക ശക്തികളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. നമ്പർ 10, ജർമ്മൻ സൈന്യം. 1955 ജർമ്മൻ സൈന്യം പുതുതായി സ്ഥാപിതമായത്. ഹിറ്റ്ലറുടെ കാലത്ത് മൊത്തം 13.6 ദശലക്ഷം സൈനികരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സൈനിക ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ നിർബന്ധിതരുമായിരുന്നു. ഇക്കാലത്ത് ഇത്രയും സൈനിക ശക്തിയുള്ള ഒരു രാജ്യവുമില്ല. ഇപ്പോൾ ജർമ്മനിക്ക് ആകെയുള്ളത് 2,08,641 സൈനികരാണ്. 8 കോടിയാണ് ജർമ്മനിയിലെ ജനസംഖ്യ. ആകെ സൈനിക വിമാനങ്ങൾ 613 അതിൽ 122 യുദ്ധവിമാനങ്ങളുമുണ്ട്. പോരാട്ട ടാങ്കറുകൾ 900, നാവിക ആസ്തി 81. ജർമ്മനി ഒരു വർഷം പ്രതിരോധ പാക്കേജിനായി $49.1 ബില്യൺ ചിലവാക്കാറ്. നമ്പർ 9, തുർക്കി സൈന്യം. 1920 തുർക്കി സൈന്യം ആരംഭിച്ചത്. ഇപ്പോൾ തുർക്കിയിൽ ആകെയുള്ളത് 7,35,000 സൈനികരാണ്. 8.5 കോടിയാണ് തുർക്കിയിലെ ജനസംഖ്യ. ആകെ സൈനിക വിമാനങ്ങൾ 1067 അതിൽ 207 യുദ്ധവിമാനങ്ങളുമുണ്ട്. പോരാട്ട ടാങ്കറുകൾ 3200. മൊത്തം നാവിക ആസ്തി 194. തുർക്കി ഒരു വർഷം പ്രതിരോധ പാക്കേജിനായി $8.6 ബില്യൺ ചിലവാക്കാറ്. നമ്പർ 8, ബ്രിട്ടീഷ് സൈന്യം. 1707 ബ്രിട്ടീഷ് സൈന്യം ആരംഭിച്ചത്. ഇപ്പോൾ UK-യിൽ ആകെയുള്ളത് 2,33,000 സൈനികരാണ്. 6.5 കോടിയാണ് UK-യിലെ ജനസംഖ്യ. ആകെ സൈനിക വിമാനങ്ങൾ 811 അതിൽ 129 യുദ്ധവിമാനമുണ്ട്. പോരാട്ട ടാങ്കറുകൾ 331. മൊത്തം നാവിക ആസ്തി 76. ഒരു വിമാനവാഹിനി കപ്പലുമുണ്ട്. ബ്രിട്ടീഷ് സർക്കാർ പ്രതിരോധ പാക്കേജിനായി ഒരു വർഷം $47.5 ബില്യൺ ചിലവാക്കാറ്. നമ്പർ 7, സൗത്ത് കൊറിയൻ സൈന്യം. 1948 സൗത്ത് കൊറിയൻ മിലിറ്ററി ആരംഭിച്ചത്. ഇപ്പോൾ സൗത്ത് കൊറിയയിൽ ആകെയുള്ളത് 58,27,150 സൈനികരാണ്. 5 കോടിയാണ് സൗത്ത് കൊറിയയിലെ ജനസംഖ്യ. അതിൽ 10% പേരും സൈന്യത്തോടൊപ്പമാണ്. ആകെ സൈനിക വിമാനങ്ങൾ 1614 അതിൽ 406 യുദ്ധവിമാനങ്ങളുമുണ്ട്. പോരാട്ട ടാങ്കറുകൾ 2654. മൊത്തം നാവിക ആസ്തി 166. ഒരു വിമാനവാഹിനി കപ്പലുമുണ്ട്. സൗത്ത് കൊറിയ സർക്കാർ പ്രതിരോധ പാക്കേജിനായി $38.8 ബില്യൺ ചെലവാക്കാറുള്ളത്. നമ്പർ 6, ജപ്പാൻ സൈന്യം. 1944 ജപ്പാൻ സൈന്യം സ്ഥാപിതമായത്. ഇപ്പോൾ ജപ്പാനിൽ ആകെയുള്ളത് 3,03,157 സൈനികരാണ്. 12 കോടിയാണ് ജപ്പാനിലെ ജനസംഖ്യ. ആകെ സൈനിക വിമാനങ്ങൾ 1572 അതിൽ 294 യുദ്ധവിമാനങ്ങളുമുണ്ട്. പോരാട്ട ടാങ്കറുകൾ 1004. മൊത്തം നാവിക ആസ്തി 131. 4 വിമാനവാഹിനി കപ്പലാണ് ജപ്പാന്റെ കൈവശമുള്ളത്. ജപ്പാൻ സർക്കാർ പ്രതിരോധ പാക്കേജിനായി $47 ബില്യൺ പ്രതിവർഷം ചെലവാക്കാറ്. നമ്പർ 5, ഫ്രാൻസ് സൈന്യം. 1792 ഫ്രാൻസ് സൈന്യം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിൽ ആകെയുള്ളത് 3,88,635 സൈനികരാണ്. 6 കോടിയാണ് ഫ്രാൻസിലെ ജനസംഖ്യ. ആകെ സൈനിക വിമാനങ്ങൾ 1248 അതിൽ 273 യുദ്ധവിമാനങ്ങളുമുണ്ട്. പോരാട്ട ടാങ്കറുകൾ 406. മൊത്തം നാവിക ആസ്തി 118. 4 വിമാനവാഹിനി കപ്പലുമാണ് ഫ്രാൻസിന്റെ പക്കലുള്ളത്. $40.5 ബില്യൺ പ്രതിവർഷം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഫ്രാൻസ് ചെലവഴിക്കാറ്. നമ്പർ 4, ഇന്ത്യൻ സൈന്യം. 1895 ഏപ്രിൽ 1 ഇന്ത്യൻ സൈന്യം രൂപം കൊണ്ടത്. 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 34,62,500 സൈനികരാണ് ആകെയുള്ളത്. ആകെ സൈനിക വിമാനങ്ങൾ 2082 അതിൽ 520 യുദ്ധവിമാനങ്ങളുമുണ്ട്. പോരാട്ട ടാങ്കറുകൾ 4184. മൊത്തം നാവിക ആസ്തി 295. ഇന്ത്യക്ക് ഒരു വിമാനവാഹിനി കപ്പലുമാണുള്ളത്. ഇന്ത്യൻ സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രതിവർഷം ചെലവാക്കുന്നത് $55.2 ബില്യൺ നമ്പർ 3, ചൈനീസ് സൈന്യം. 1927 ചൈന മിലിറ്ററി സ്ഥാപിതമായത്. ഇപ്പോൾ ചൈനയിൽ ആകെയുള്ള സൈനികർ 26,93,000 ആകെ സൈനിക വിമാനങ്ങൾ 3,187 അതിൽ 1,222 യുദ്ധവിമാനങ്ങളാണ്. പോരാട്ട ടാങ്കറുകൾ 13,050. മൊത്തം നാവികസേന ആസ്തി 714. ഒരു വിമാനവാഹിനി കപ്പലും ചൈനയുടെ കൈവശമുണ്ട്. $224 ബില്യൺ ചൈന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രതിവർഷം ചിലവഴിക്കുന്നത്. നമ്പർ 2, റഷ്യൻ സൈന്യം. 1992 റഷ്യൻ മിലിറ്ററി പൂർണ്ണ രൂപീകരണം കൊള്ളുന്നത്. ഇപ്പോൾ റഷ്യൻ സൈന്യത്തിന് 35,86,125 സൈനികരാണ് ഉള്ളത്. 14 കോടിയാണ് റഷ്യയിലെ ജനസംഖ്യ. ആകെ സൈനിക വിമാനങ്ങൾ 4,078 അതിൽ 869 യുദ്ധവിമാനങ്ങളാണ്.
പോരാട്ട ടാങ്കറുകൾ 21,932. മൊത്തം നാവികസേന ആസ്തി 352. നിലവിൽ ഒരു വിമാനവാഹിനി കപ്പലും റഷ്യയ്ക്കുണ്ട്. $44 ബില്യൺ പ്രതിവർഷം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി റഷ്യ ചെലവഴിക്കുന്നത്. നമ്പർ 1. അമേരിക്കൻ സൈന്യം. 1775 അമേരിക്കൻ മിലിറ്ററി സ്ഥാപിതമായത്. ഇപ്പോൾ അമേരിക്കയിൽ ആകെ 21,41,900 സൈനികരാണ് ഉള്ളത്. 33 കോടിയാണ് അമേരിക്കയിലെ ജനസംഖ്യ. ആകെ സൈനിക വിമാനങ്ങൾ 13,398. അതിൽ 2,362 യുദ്ധവിമാനങ്ങളാണ്. പോരാട്ട ടാങ്കറുകൾ 6,287. മൊത്തം നാവികസേന ആസ്തി 415. ആകെ 24 വിമാനവാഹിനി കപ്പലാണ് അമേരിക്കയുടെ പക്കലുള്ളത്. പ്രതിവർഷം $716 ബില്യൺ അമേരിക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.